ക്രൈസ്തവ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം സുവിശേഷം വായിക്കുന്നതിലോ പഠിപ്പിക്കുന്നതിലോ മാത്രമല്ല, അത് ദിവസേന ജീവിച്ചു കാണിക്കുന്നതിലാണ്. യേശു പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സുവിശേഷത്തെ ഒരു നിയമഗ്രന്ഥമായി മാത്രം കാണാതെ ജീവിത പാതയായി സ്വീകരിച്ചു. ഫ്രാൻസിസ്കൻ ആത്മീയതയുടെ കാതൽ തന്നെ സുവിശേഷത്തിൻ്റെ സമൂലവും അക്ഷരാർത്ഥത്തിലുള്ളതുമായ ആലിംഗനമാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ സുവിശേഷം ഹൃദയം കൊണ്ട് ജീവിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയിൽ ഇത്തിൽ കണ്ണി പോലെ പടർന്നു പിടിച്ചിരുന്ന ഭൗതികതയുടെ പുറംതോട് അടർന്നു വീഴാൻ ആരംഭിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് പറയുന്നു, വിശുദ്ധ സുവിശേഷത്തിൻ്റെ തനി രൂപമനുസരിച്ച് ജീവിക്കണമെന്ന് അത്യുന്നതൻ തന്നെ എനിക്ക് വെളിപ്പെടുത്തി എന്നാണ്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവചരിത്രകാരനായ വിശുദ്ധ ബൊനവെഞ്ചറിൻ്റെ അഭിപ്രായത്തിൽ ഫ്രാൻസിസ് സുവിശേഷം മുഴുവൻ ആശ്ലേഷിക്കുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ വാക്കിലും പ്രവൃത്തികളിലും പൂർണ്ണമായി പിന്തുടരുവാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ്. സുവിശേഷത്തോടുള്ള ഈ ആത്മസമർപ്പണവും വിശ്വസ്തതയുമാണ് ഫ്രാൻസിസ്കൻ ആത്മീയതയെയും ജീവിതശൈലിയെയും പൊതുസമക്ഷം സാക്ഷ്യപ്പെടുത്തുന്നത്. സുവിശേഷം ജീവിക്കുക എന്നത് ക്ഷമിക്കാനാവാത്തിടത്ത് ക്ഷമിക്കുകയും വെറുപ്പുള്ളിടത്ത് സ്നേഹിക്കുകയും അനീതിയുള്ളിടത്ത് സത്യം പറയുകയും ചെയ്യുന്നതാണ്. യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. വിശുദ്ധ ഫ്രാൻസിസ് ഓർമ്മിപ്പിക്കുന്നത് പോലെ, ക്രിസ്തു നിനക്കായി എന്തു ചെയ്തുവെന്ന് നീ ഓർക്കുക, നീ അവന് വേണ്ടി എന്തു ചെയ്യുന്നുവെന്നും ഓർക്കുക. ഇന്ന് നാം ജീവിക്കുന്ന ലോകം വാക്കുകളിൽ നിറഞ്ഞതെങ്കിലും സാക്ഷ്യത്തിൽ ദരിദ്രമാണ്. സഭയ്ക്കും സമൂഹത്തിനും ഏറ്റവും ആവശ്യം സുവിശേഷം ജീവിക്കുന്ന മനുഷ്യരെയാണ്. നമ്മുടെ ചെറിയ പ്രവൃത്തികളിലൂടെയും സ്നേഹത്തിലൂടെയും സത്യത്തിലൂടെയും സേവനത്തിലൂടെയും സുവിശേഷത്തിൻ്റെ മുഖം നമുക്ക് ലോകത്തിന് നൽകാം. ഇന്ന് ഞാൻ സുവിശേഷം വായിച്ചോ എന്നതിനേക്കാൾ ഇന്ന് ഞാൻ സുവിശേഷം ജീവിച്ചോ എന്നതായിരിക്കട്ടെ നോമ്പുകാലത്തിലെ ഓരോ ദിവസത്തെയും നമ്മുടെ ചിന്ത. ആമേൻ. നാഥനോടൊപ്പം ആത്മനാഥനോടൊപ്പം ആത്മദാഹം തീർക്കുമീ നോമ്പുകാലം. ആത്മനോ